മീഡിയ ഗ്രാമത്തിലേക്ക്. CPM-ന്റെ വിവാദ പരാമർശങ്ങളുടെയും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും അതിക്രമങ്ങളുടെയും അഴിമതിയുടെയും ഒക്കെ പട്ടികയിലേക്ക് ഇതാ പുതിയൊരു ഇനം കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, മോഷണം തന്നെ. ശബരിമല മോഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നു. അതൊരു സംവിധാനവും സർക്കാരുമൊക്കെ അറിഞ്ഞിട്ട് നടന്നതാണെങ്കിൽ ഇതാ കൂത്തുപറമ്പിൽ വയോധികയുടെ മാലമോഷണത്തിന് പിന്നിൽ CPM കൗൺസിലർ ആണെന്ന് പുറത്തു വരികയാണ്. PP രാജേഷ് എന്ന CPM കൗൺസിലറാണ് 77 വയസ്സുകാരിയായ ഒരമ്മയുടെ മാല മോഷ്ടിച്ച് ഓടിക്കളഞ്ഞത്. ഹെൽമെറ്റൊക്കെ ധരിച്ച പ്രതിയുടെ സാഹസിക രക്ഷപ്പെടലിൽ അന്നൊന്നും നാട്ടുകാർക്ക് ആളെ പിടികിട്ടിയില്ല എങ്കിലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് പ്രതി ചില്ലറക്കാരനല്ല, CPM-ന്റെ കൗൺസിലർ തന്നെയെന്ന് വ്യക്തമായത്. സ്വർണത്തിന് വില കൂടിയ തക്കം നോക്കി മോഷണം നടത്തിയ 4-ാം വാർഡ് കൗൺസിലർ ഒടുവിൽ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എത്രമാത്രം വിശ്വാസമർപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരാണെന്ന് ആലോചിച്ചു നോക്കണം. ഇത്തരത്തിൽ വിശ്വാസം മുതലാക്കി ആ അവസരത്തെ സാമ്പത്തികം കണ്ടെത്തുന്നതിനുള്ള ഒരു വഴിയാക്കി മാറ്റുമ്പോൾ എത്രമാത്രം അധപ്പതനമാണ് ഈ പാർട്ടി അനുഭാവികളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നും ഓർക്കണം. ഏതൊക്കെ വീടുകളിൽ ആളില്ല എന്നത് തിരഞ്ഞുപിടിച്ച് അവരുടെ ശാരീരിക ബലഹീനതകളൊക്കെ മനസ്സിലാക്കി കള്ളന്മാരെ പോലെയാണ് CPM കൗൺസിലർ ഇത്തരമൊരു മോഷണ പരമ്പരയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ അപകടമാണ് സൂചിപ്പിക്കുന്നത്. CPM-ന്റെ പ്രതിനിധികളൊക്കെ ഇത്തരത്തിൽ മോഷ്ടിക്കാനും പിടിച്ചുപറിക്കാനും ഒക്കെ നടക്കുന്നവർ എന്നാരും പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇവരെയൊക്കെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാനാകും എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളെ സേവിക്കേണ്ടവർ കള്ളൻ കൊച്ചുണ്ണിയുടെ പരമ്പരയാണ് ആർജിച്ചിരിക്കുന്നതെങ്കിൽ പിന്നൊന്നും പറയേണ്ടതില്ല. നാണിക്കുക CPM-യെ. നിങ്ങൾ വളർത്തിവിടുന്ന സഖാക്കൾ കാണിക്കുന്ന ഇത്തരം തോന്നിയാസങ്ങളെ ഓർത്ത് പാർട്ടി ഓഫീസുകളിൽ നിങ്ങൾ കക്കാനാണോ പഠിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ സംശയം ഉളവാകുന്നത്. ഒരു വശത്ത് ഒരാളെ മുന്നിൽ കരുവാക്കി പിന്നിൽ കട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ മോഷണം ആരെയും ഏൽപ്പിക്കാതെ നേരിട്ട് തന്നെയായി മാറിയിരിക്കുന്നു. എവിടെയാണെങ്കിലും തങ്ങൾ കക്കുമെന്ന പോളിസി ആയതിനാൽ തന്നെയാകും ശബരിമലയ്ക്ക് പോലും അതിൽ നിന്നൊരു വിടുതൽ സാധ്യമാകാതിരിക്കുന്നത്. LDF വന്നാൽ എല്ലാം മാറുമെന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ പോലും LDF ധാരണയിൽ സാധ്യമായിരിക്കുന്നത് എന്നോർക്കണം. വിപ്ലവങ്ങൾ ഒക്കെ ഇപ്പോൾ മോഷണ പരമ്പരകളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ചുറ്റുപാടും മുഴുവൻ മോഷണമാണ്. അപ്പോൾ താൻ മാത്രം എന്തിനു മാറി നിൽക്കണമെന്ന ഈ കൗൺസിലറുടെ ചിന്താഗതിയെ കുറ്റം പറയാനുമാകില്ല. കൊടികുത്തിയ കള്ളന്മാർക്ക് കിട്ടിയ അതേ സംരക്ഷണം തനിക്കും ലഭിക്കുമെന്ന് കരുതിയ അദ്ദേഹം ഒടുവിൽ മണ്ടനായി എന്നേ പറയാനുള്ളൂ. ഇനി തലയിൽ ധൈര്യമായി ഒരു മുണ്ടിട്ട് നടക്കുന്നതാകും CPM-ന് സേഫ്.